ഇപ്പൊ മോളി ചേച്ചിക്ക് കൊടുക്കല്ലേ? എന്താ ഒരു ആവേശമില്ലാത്ത കൊടുക്കല്ലേ? ഇത് കൊടുക്കുമ്പോ ഞാനല്ല കൊടുക്കുന്നത്, ഇത് നിങ്ങളാ കൊടുക്കണേ. കാരണം എന്താണെന്നറിയാം, ഞാനൊരു ഉപകരണമായിരുന്നേ ഉള്ളൂ. എൻ്റെ ജ്വല്ലറിയിലും ചായപ്പൊടി വാങ്ങിയും ഹോട്ടൽ റിസോർട്ട് അതുപോലെ പല പല ബിസിനസ്സുകളിലൊക്കെ നിങ്ങൾ ഉപഭോക്താക്കൾ വന്ന് സാധനങ്ങൾ വാങ്ങി സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതമാണ്. അല്ലാണ്ട് ഞാൻ മോളിൽ നിന്ന് കൊടുക്കുന്ന പൈസയല്ലാതെ നിങ്ങൾ തന്ന പൈസയാണ്, നിങ്ങളുടെ പൈസയാണ്. ഈ 5 ലക്ഷം നിങ്ങളാണ് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ കൈ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് നന്ദി, പ്രത്യേകം നന്ദി. ഇതുപോലെ ഒരുപാട് സഹായങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അബ്ദുൾ റഹീമിനെ രക്ഷിച്ച പോലെ, അതുപോലെ നിമിഷപ്രിയെ കൊല്ലാൻ കൊടുക്കാതെ നമുക്ക് രക്ഷിക്കാമെന്ന് അത് മലയാളി മാത്രമേ പറയുള്ളൂ. കാരണം 34 കോടി സമാഹരിച്ചത് ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു വ്യക്തിയെ രക്ഷിക്കുക എന്നുള്ള റെക്കോർഡാണ് മലയാളികൾ തിരുത്തിയിരിക്കുന്നത്. വീണ്ടും തിരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് നമ്മൾ ഇതുപോലെ ഒരുപാട് സഹായം ചെയ്യും അല്ലെ? ഈ ഭൂമിയിൽ എന്തോരം ജീവിക്കും നമ്മൾ അല്ലെ? കോവിഡ് വന്ന് എത്ര പേര് പോയി? അപ്പൊ ജനനം, കുട്ടിയാണോ പെണ്ണോ, മരണം എപ്പോൾ അറിയാമോ? എപ്പോഴാ മരണം അറിയോ? ഇല്ല. ഇനിയും കോവിഡ് ഒക്കെ വന്നേക്കാം. അപ്പൊ ജനനത്തിനും മരണത്തിനും ഇടയിൽ ആരെ എവിടെ വെച്ച് എപ്പോൾ കാണും, എന്തിനു വേണ്ടി ഒന്നും നമുക്കറിയില്ല. കുറച്ച് സമയോടെയുണ്ട്. അത് നമുക്ക് പണിയെടുത്ത് സത്യസന്ധമായി ജീവിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, അവരുടെ മുഖത്ത് വിരിയുന്ന സന്തോഷത്തിൽ നമുക്ക് ആനന്ദിക്കാം. അങ്ങനെ സ്നേഹത്തിൽ സന്തോഷത്തിൽ ജീവിക്കാം. ഇത്രയാണ് മാക്സിമം ഒരു വിവരമുള്ള ആൾക്ക് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് നമുക്കിത് കൊടുക്കല്ലേ? ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നമ്മുടെ മോളി ചേച്ചിക്ക് 5 ലക്ഷം കൊടുക്കുകയാണ്. നമ്മുടെ സ്നേഹം മുഴുവൻ നല്ലൊരു കയ്യടിയായി നമുക്ക് ഇപ്പോൾ ഇവിടെ നൽകാം. നമ്മുടെ പ്രിയങ്കരിയായ പ്രിയ താരം മോളി കണ്ണമാലി ചേച്ചിക്ക്, നമ്മുടെ ചാലമേരി എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ പ്രിയ താരത്തിന് ചികിത്സാ സഹായമായി 5 ലക്ഷത്തിന്റെ ചെക്കാണ് ഇവിടെ ബോച്ച് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. നല്ലൊരു കയ്യടി ഒരിക്കൽ കൂടി നൽകാം. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, കാരണം ബോച്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞപ്പോഴും മറ്റ് ബിസിനസ് വ്യക്തികളിൽ നിന്ന് വളരെ വ്യത്യസ്തത, ആ സഹായധനത്തിന്റെ നിഷ്കളങ്കമായതാണ്. നമ്മുടെ മേരി ചേച്ചിയുടെ കണ്ണുകൾ നിറയുകയാണ്. നിഷ്കളങ്കതയുടെ ഒരു ഇതാണ് അത്. സിനിമാ മേഖലകളിൽ ഇതുപോലെ മറ്റ് പല ആളുകൾക്കും ബോച്ച മുന്നും സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ആ ഒരു 5 ലക്ഷം കൊടുത്തതിന്റെ ഒരു സ്നേഹക്കണ്ണീരാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സാധാരണ കഷ്ടപ്പാട് വരുമ്പോഴൊക്കെ അറിയാം, ഇത് സന്തോഷം വരുമ്പോഴാണ് കരച്ചില്. മേരി ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, വ്യത്യസ്തമായ പല കാര്യങ്ങളും ബോച്ച ചെയ്യാറുണ്ട്. നമുക്കറിയാം